നമസ്കാരം. +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ അധ്യായമായ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്സ്, ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന മെയിൻ ടോപ്പിക്കുകളാണ് ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ റൈറ്റ്സുകൾ, അതുപോലെ അവരുടെ ഡ്യൂട്ടീസ് and the directive principles and the difference between fundamental rights and the directive principles. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എൻ്റെ പേര് നിഷ്മ. റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഈ ഭരണഘടനയിൽ നമുക്ക് വേണ്ടിയിട്ട് സെവറൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫാക്ടർ ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. In a democratic country, rights are listed and protected by the Constitution itself. The rights protected and mentioned in the Constitution is called Bill of Rights. The government, it prevents the acting of government against the people. Part 3 of Indian Constitution mentions the fundamental rights. Fundamental rights are very essential right for a citizen. നമ്മുടെ ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട പ്രധാനമായ റൈറ്റ്സുകളാണ് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട റൈറ്റുകളാണ് നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവ 6 തരമാണ്. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെൻഷൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. The first one is right to equality. The second one is right to freedom. The third one is right against exploitation. Right to freedom of religion and the cultural and educational right. And the last one is constitutional remedies. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൈറ്റ് നോക്കാം. റൈറ്റ് ടു ഈക്വാലിറ്റി. പേര് ഫാത്തിമ ഫർബി. +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ റൈറ്റ്സ് ഈസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠഭാഗത്തിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ മൗലിക അവകാശമായ റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. അതിൽ ആർട്ടിക്കിൾ 14 നിയമത്തിനു മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം ലഭിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്ക് പോലും നിയമത്തിനു മുന്നിൽ സമത്വവും തുല്യ സംരക്ഷണവുമാണ് ലഭിക്കുന്നതിന് അതിനാർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുന്നതല്ല. നിയമത്തിനു മുന്നിൽ സമത്വം എന്നുള്ളത് ബ്രിട്ടീഷ് പൊതു നിയമത്തിൻ്റെ ആശയവും നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയുടെ ആശയവുമാണ്. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. മതം, ജാതി, വർഗ, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിച്ചിരിക്കുന്നു. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ആശയം നിലവിൽ വന്നത്. പൊതുസ്ഥലങ്ങൾ, കട, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ വ്യക്തികളെ വിവേചനം കൂടാതെ പ്രവേശിപ്പിക്കണം. ആർട്ടിക്കിൾ 17 അവസര സമത്വം. സർക്കാർ തൊഴിലുകളുടെ കാര്യത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസര സമത്വമാണ്. രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിലുകളും നിയമങ്ങളും ഇതിനു ബാധകമാണ്. ആർട്ടിക്കിൾ 17 ഐക്യ നിർമ്മാർജ്ജനം. ഐക്യം നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഏതൊരു രൂപത്തിലുള്ള ആചരണവും നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ആർട്ടിക്കിൾ 18 ബഹുമതി ഒഴിവാക്കൽ. പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴികെ ബാക്കിയുള്ള എല്ലാ ബഹുമതികളിൽ നിന്നും ആർട്ടിക്കിൾ 18 വിലക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 18 രാഷ്ട്രത്തെ വിലക്കപ്പെടുന്നു. ധീരപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ബഹുമതികൾ നൽകുന്നതിന് ഭരണഘടന അനുമതി നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പത്മശ്രീ, ഭാരത് രത്ന തുടങ്ങിയവയാണ് ഉദാഹരണത്തിനുള്ളത്. ഭരണഘടനയുടെ ഒന്നാമത്തെ മൗലിക അവകാശമായ റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് 5 വകുപ്പുകൾ നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ. Next we are going to discuss our second fundamental right, right to freedom, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. Equality and liberty are the two rights which are essential for a citizen for a successful democracy. Equality we discuss ചെയ്തു. Next is liberty. Liberty means a freedom of speech and thought and freedom of action. Article 19 to Article 22 guarantee the right to freedom. The first one is Article 19. The Article 19 gives right to freedom of speech and expression and freedom to assemble peacefully without arms. Third one is
Freedom to form association. And the fourth one is freedom to travel anywhere in India. And the fifth one is the freedom to settle and reside any parts of India. And the sixth one is freedom to practice any job or profession. Next, Article 20. Protection against the Convention of Offense. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം. Next is Article 21. Article 21 give liberty. It is the backbone of all other freedoms and liberty not denied without legal procedure. Article 22 give protection against arbitrary arrest and detention. Next നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം നോക്കാം. The Article 21A right to education. Right to education is a most important right for a citizen. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും സമ്പൂർണ്ണ വിദ്യാഭ്യാസം ലഭിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. എൻ്റെ പേര് ശ്രീഷ്ണ. Other freedoms ആണ് പറയാൻ പോകുന്നത്. The right to freedom includes some other freedoms like the right to freedom of speech and expression, the freedom to assemble, freedom to form associations, freedom of movement, freedom of residence, and freedom of profession, occupation, trade or business. First, right to freedom of speech and expression. The Constitution gives every citizen to the right to freedom of speech and expression. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ പൗരന്മാർക്കും നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ കാഴ്ചപ്പാട് തുറന്നു കാണിക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. But however this freedom is unlimited, the government can impose some reasonable restrictions on this. നമ്മുടെ പൊതുസമാധാനത്തിനോ അത് പിന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കോ അത് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസുമായിട്ടുള്ള സൗഹൃദത്തിനോ തടസ്സം വരുത്തുന്നതാണെങ്കിൽ ദിസ് ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വാസ് റെസ്ട്രിക്റ്റഡ്. ഇനി freedom to assemble. The Constitution gives the freedom to hold meetings, conduct processions, but it is also subjected to reasonable restrictions. Meetings തികച്ചും സമാധാനപരമായിരിക്കണം. ഇനി freedom to form associations. The Constitution also gives the freedom to form associations or unions. പക്ഷേ ഇതും എന്താണ് പരമാധികാരത്തിനോ സമഗ്രതയ്ക്കോ എതിരാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആണ്. Next, freedom of movement. Every Indian citizen has the right to travel any part of India. Travel any part of the India. അതായത് എല്ലാ പൗരന്മാർക്കും ഇന്ത്യയുടെ ഏത് ഭാഗത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് റെസിഡൻസ്. ഇന്ത്യയുടെ ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ ഏത് ഭാഗത്തും താമസിക്കാനുള്ള അധികാരം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. Freedom of profession, occupation, trade or business. The citizens are also free to practice any profession or to carry on any occupation, trade or business. But this is also restricted, restricted on the interest of the public generally. Thus, the right to freedom permitted to the citizen under Article 19 are not absolute or unrestricted. As mentioned, they are subjected to reasonable restrictions. State enjoys the power to impose restrictions on the right to freedom. Such powers can be easily misused by the administration. Next topic is rights to accused. Our Constitution ensures that persons accused of various offences would also get sufficient protection. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ ഒരാൾ ഇപ്പം ചാർജ് വിത്ത് ആൻ ഒഫൻസ് അവർ കുറ്റവാളിയാണെന്നാണ്. പക്ഷേ എന്താണ് കോടതിയുടെ മുന്നിൽ സത്യം തെളിയിക്കുന്നത് വരെ അവർ കുറ്റവാളിയല്ല. എല്ലാവർക്കും അവരവരുടെ സത്യസന്ധത തെളിയിക്കാനുള്ള അവസരം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 3 റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നോ പേഴ്സൺ വുഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ ഒരു കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കില്ല. പിന്നെ നോ പേഴ്സൺ ഷാൽ ബി സബ്ജക്റ്റഡ് ടു ദ പണിഷ്മെന്റ് ഗ്രേറ്റർ ദാൻ ദ prescribed by the law at the time of the commission of the offense. പിന്നെ മൂന്നാമത്തത് നോ പേഴ്സൺ ഷാൽ ബി ആസ്ക്ഡ് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. പിന്നെ ഉള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 21A. എൻ്റെ പേര് അഞ്ജന. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ചാണ്. അടിമ കച്ചവടം, നിർബന്ധിത വേല, സ്ത്രീ ചൂഷണം, ബാലവേല എന്നിങ്ങനെ പല രൂപത്തിൽ ദുർബല വിഭാഗങ്ങൾ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്.
ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ചൂഷണം ചെയ്യുന്നതിനെ ഭരണഘടന കുറ്റക്കാരനായി കണക്കാക്കുന്നു. ഭരണഘടനയിലെ 23, 24 വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളായി ഉറപ്പുവരുത്തുന്നു. മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലുറപ്പിക്കുന്നതും 23-ാം വകുപ്പ് നിരോധിച്ചിരിക്കുന്നു. ബഗർ അഥവാ നിർബന്ധിത തൊഴിൽ വേലയെയും ഭരണഘടന നിരോധിച്ചിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള തൊഴിലേർപ്പെടുന്നത് ഭരണഘടനയുടെ 24-ാം വകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. ഞാൻ നഹന. ഞാൻ പറയാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓരോ വ്യക്തിക്കും അവരുടേതായ മതസ്വാതന്ത്ര്യമുണ്ടെന്നും ഏത് മതം തിരഞ്ഞെടുക്കണം എന്നത് വ്യക്തിഗതമാണെന്നുമുള്ള സിദ്ധാന്തത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 25, 26, 27 വകുപ്പുകൾ 27-28 വകുപ്പുകളിലായി ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും അവരുടേതായ മതം സ്വീകരിക്കുന്നതിനും അത് ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതുപോലെ തന്നെ ഏതൊരു വിശ്വാസിക്കും മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനും അത് പരിപാലിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26 നൽകുന്നു. ആർട്ടിക്കിൾ 27 അനുസരിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അഭിവൃദ്ധിക്കോ അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിക്കോ വേണ്ടി നികുതി പിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 28 അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെ ബോധനങ്ങൾ നൽകാനും അവകാശമായ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 29-ാമത്തെയും 30-ാമത്തെയും അവകാശങ്ങൾ പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 29-ാമത്തെ വകുപ്പിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയായാലും ലിപിയായാലും സംസ്കാരങ്ങളായാലും അവരുടേതായ രീതിയിൽ തനിമ നിലനിർത്താനുള്ള അവകാശം നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 30-ാമത്തെ വകുപ്പ് എന്താണെന്ന് നോക്കാം. മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. 30-ാമത്തെ ആർട്ടിക്കിളിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഞാൻ ദിവ്യ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന 6-ാമത്തെയും അവസാനത്തെയുമായ മൗലികാവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുവാൻ ഏതൊരു പൗരനും അവകാശം നൽകുന്നതാണ് 6-ാമത്തെ മൗലികാവകാശം. ഈ അവകാശത്തെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും, ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ അവകാശത്തെ ഭരണഘടനയുടെ 32 വകുപ്പ് പ്രകാരം പൗരന്മാർക്ക് ലഭിക്കുന്നു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ടുകൾ എന്ന് പറയുന്നു. റിട്ടിലൂടെയാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനായ നടപടികൾ കോടതികൾ സ്വീകരിക്കുന്നത്. പ്രധാനമായി 5 റിട്ടുകളാണുള്ളത്. ഒന്നാമത്തെ ഹെബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യറി, 5 കോവാറന്റോ. അങ്ങനെ 5 റിട്ടുകളാണുള്ളത്. ഫസ്റ്റ് ഹെബിയസ് കോർപ്പസ്. ഹെബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. അന്യായമായ തടങ്കലിൽ നിന്നും ഒരു പൗരനെ മോചിപ്പിക്കുവാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹെബിയസ് കോർപ്പസ്. 2 മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് അവ കൃത്യമായി നിറവേറ്റാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. നെക്സ്റ്റ് 3-ാമത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. 4 സെർഷ്യറി. സെർഷ്യറി എന്ന് പറഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ നൽകുന്ന ഉത്തരവാണ് സെർഷ്യറി. നെക്സ്റ്റ് കോവാറന്റോ. കോവാറന്റോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തധികാരത്തിന് മേൽ എന്നാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറന്റോ.
ഞാൻ നെഹന. ഞാൻ പറയാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പുരോഗതിക്കും വേണ്ടി 2000 സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് NHRC, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ന്യൂഡൽഹി ആസ്ഥാനമായ ഈ സ്ഥാപനത്തിൽ 5 അംഗങ്ങളാവും ഉണ്ടായിരിക്കുക. അത് സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ജഡ്ജി, ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ജഡ്ജി, കൂടാതെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അറിവും പ്രവൃത്തി പരിചയവുമുള്ള 2 പേരുമായിരിക്കും. മനുഷ്യാവകാശം നിരസിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതിന്മേലോ അല്ലെങ്കിൽ സ്വയം നിലക്കോ ഉള്ള അന്വേഷണം, തടവുകാരുടെ അവസ്ഥകൾ അറിയാനും ജയിലുകളിലൂടെയുള്ള അന്വേഷണം, ജയിലുകൾ സന്ദർശിക്കൽ, പിന്നെ മനുഷ്യാവകാശവും മറ്റും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഗവേഷണം നടത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കലും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പെടുന്നവ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് നിർദ്ദേശതത്വങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് പാർട്ട് 4ലാണ് നിർദ്ദേശതത്വങ്ങൾ ഉള്ളത്. ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആർ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഇവ പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഒരു ഗവൺമെന്റ് സമൂഹത്തിൽ നടപ്പിലാക്കേണ്ട ഗോൾസും ഒബ്ജക്റ്റീവ്സും എന്തെല്ലാമാണ്, അതുപോലെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾക്ക് പുറമെ പൗരന്മാരുടെ മറ്റ് അവകാശങ്ങൾ എന്തെല്ലാമാണ്, ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട നയങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പാർട്ട് 4ൽ പ്രതിപാദിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള ബന്ധം. മൗലികാവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഗവൺമെന്റിനെ തടയുന്നു, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. മൗലികാവകാശങ്ങൾ മുഖ്യമായും വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ മുഴുവൻ സമൂഹത്തിൻ്റെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ്, മൗലികാവകാശങ്ങൾ പൗരസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടവയാണ്, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. നെക്സ്റ്റ്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഉദാഹരണമായി, തൊഴിലിനുള്ള അവകാശം നിർദ്ദേശ തത്വങ്ങൾ പെടുന്നുവെങ്കിലും തൊഴിൽ ലഭിക്കുന്നതിന് കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല. നെക്സ്റ്റ്, മൗലികാവകാശങ്ങളുടെ വ്യാപ്തി പരിമിതമാണ്. വ്യക്തികളുടെ അവകാശങ്ങൾ മാത്രമാണ് അതിലൂടെ ഉൾപ്പെടുന്നത്, എന്നാൽ നിർദ്ദേശ തത്വങ്ങളിൽ വ്യാപ്തി വിസ്തൃതമാണ്. അതിൽ വ്യക്തികളുടെ അവകാശങ്ങൾ മുതൽ അന്തർദേശീയ സമ്മതം വരെയുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ്, മൗലികാവകാശങ്ങൾ ജനാധിപത്യത്തിൻ്റെ പ്രമാണങ്ങളെ പരിണാമം ചെയ്യുന്നു, എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ ക്ഷേമരാഷ്ട്രത്തിൻ്റെ ആശാദർശങ്ങളെ ഉൾക്കൊള്ളുന്നു. Fundamental duties of citizens. Rights and duties are the two sides of a same coin. People cannot enjoy rights without performing duties. തൻ്റെ കർത്തവ്യങ്ങൾ, അതായത് ഡ്യൂട്ടി ചെയ്യാത്ത ഒരാൾക്ക് അയാളുടെ റൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നാച്ചുറലി മെനി അഡ്വക്കേറ്റഡ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് എ ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 1976 42ാം അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ് ചെയ്തു. അതിൽ ഈ അമെൻമെൻറ്റ് കുറച്ച് ഡ്യൂട്ടീസ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 ഡ്യൂട്ടീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, to abide by the constitution and respect its ideals and institution and the national flag and the national anthem. ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും റെസ്പെക്ട് ചെയ്യുക. പിന്നെ to cherish the follow of the noble ideals which inspired our nation struggle for freedom. പിന്നെ third one, to uphold and protect the sovereignty, unity, integrity of India. പരമാധികാരവും അതുപോലെ ഒത്തൊരുമയും പിന്നെ സമഗ്രതയും കാത്തു സൂക്ഷിക്കുക. പിന്നെ to defend the country and render nation to service when called to do so.
പിന്നെ ഫിഫ്ത്ത് വൺ ടു പ്രൊമോട്ട് ദ ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ ഇന്ത്യ. ആൻഡ് അതായത് ഇപ്പം അത്രേ ഉള്ളൂ, സഹോദര്യം അതൊക്കെ കാത്തു സൂക്ഷിക്കുക, ലിംഗപരമോ അതായത് അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള വേർതിരിവില്ലാതെ കാത്തു സൂക്ഷിക്കുക. പിന്നെ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ എൻറ്റിറ്റി ഓഫ് ദ റിഫോം. പിന്നെ ടു പ്രൊട്ടക്ട് നമ്മുടെ എൻവിറോൺമെൻറ്റ്, റിവേഴ്സ്, ലേക്സ്, ഫോറസ്റ്റ് അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അഡ്ജർ വയലൻസ്, നമ്മുടെ പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ചെയ്യുക. പിന്നെ അത് ഒഴിവാക്കുക, വയലൻസ് ഒഴിവാക്കുക. പിന്നെ ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റീസ് സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റന്റ്ലി റൈസ് ദ ഹയർ ലെവൽസ് ഓഫ് endeavor and achievement. However, the Constitution does not say anything about enforcing these duties. ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ 44th Amendment in 1978 ആൻഡ് കൺവെർട്ടഡ് ടു ആൻ ഓർഡിനറി റൈറ്റ്. സ്വത്തിനുള്ള അവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ അവകാശമല്ലെന്നും അതുകൊണ്ട് പാർലമെന്റ് ഈ അവകാശത്തെ ഭേദഗതി വഴി ചുരുക്കാൻ സാധിക്കുമെന്നും 1973 സുപ്രീം കോടതി വിധിച്ചു. 1978 44ാമത് ഭേദഗതിയിലൂടെ ഭരണഘടന സ്വത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങൾ എന്ന പട്ടികയിൽ നിന്ന് മാറ്റി അതിനെ വെറും ഒരു നിയമാവകാശമാക്കി മാറ്റി. എൻ്റെ പേര് അഞ്ജന. നമ്മൾ ഈ പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യാൻ പോകുന്നു. മൗലിക അവകാശങ്ങൾ ഭരണഘടനയിലെ പാർട്ട് 3യിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ പാർട്ട് 4A-യിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഭരണഘടനാ നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ പാർട്ട് 4ലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കരുതൽ തടങ്കൽ എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. സാധാരണയായി ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്നത് അയാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതിന് ശേഷമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുമ്പായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് അവരെ തടങ്കലിൽ പാർപ്പിക്കാറുണ്ട്. ഇതാണ് നമ്മൾ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്.